ഗുഡ് മോർണിംഗ്. നമ്മുടെ ഫോർത്ത് ചാപ്റ്ററാണല്ലേ. ഫോർത്ത് ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? അതെ, കോമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. അതുപോലെ എലമെൻറ്റ്സ് എന്താണെന്ന് പഠിച്ചു. എലമെൻറ്റ്സിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എന്താണ്? മെറ്റൽസും നോൺ മെറ്റൽസും അല്ലേ. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസും ഉണ്ട്, നോൺ മെറ്റൽസും ഉണ്ട്. അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താ? കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? കോമ്പൗണ്ട്സ് അല്ലേ. കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. Earlier in this chapter, we saw that water splits into hydrogen and oxygen when electricity is passed through it. എന്തായിരുന്നു നമ്മൾ കണ്ടിരുന്നത്? വാട്ടർ വെച്ചൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തു അല്ലേ. നമ്മൾ ലെസൺ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ എന്ത് ചെയ്തു? വാട്ടറിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് 2 ടെസ്റ്റ് ട്യൂബിലും എയർ ഫില്ലായി അല്ലേ. കുറച്ച് എയർ ഫില്ലായി, വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്തു, അത് പോരാത്തതിന് എയർ ഫില്ലായി. ഏറ്റവും കൂടുതൽ ഫില്ലായ എയർ ഏതാണ്? ഹൈഡ്രജൻ ആയിരുന്നു അല്ലേ. അപ്പോൾ ഓൾസോ യു ഹാഡ് നോട്ടീസ്ഡ് ദാറ്റ് ദ വോളിയം ഓഫ് ഹൈഡ്രജൻ കളക്റ്റഡ് വാസ് മോർ ദാൻ ദ വോളിയം ഓഫ് ഓക്സിജൻ. ഓക്സിജനേക്കാൾ കൂടുതൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഹൈഡ്രജനാണ് കളക്ട് ചെയ്തതെന്ന് കണ്ടു. ദിസ് വാട്ടർ ഈസ് ഫോംഡ് വെൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ഇൻ എ ഡെഫിനിറ്റ് റേഷ്യോ. ഹൈഡ്രജനും ഓക്സിജനും ഒരു ഡെഫിനിറ്റ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് വാട്ടർ ഫോം ചെയ്യുന്നത്, വാട്ടർ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ ആ എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടു അല്ലേ. അപ്പോൾ എന്തായിരിക്കും കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ എക്സിബിറ്റഡ് ഇൻ വാട്ടർ. ഓക്സിജൻ്റെയും ഹൈഡ്രജൻ്റെയും പ്രോപ്പർട്ടീസ് വാട്ടറിൽ നമുക്ക് കാണാൻ പറ്റുമോ? വേർതിരിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലേ. ശരി, ഇനി വേറൊരു എക്സ്പെരിമെൻറ്റ് നോക്കുക. ടേക്ക് എ മാഗ്നീഷ്യൻ റിബൺ ആൻഡ് ബേൺ ഇറ്റ് ഇൻ എയർ. It burns with a bright light and the metal changes into magnesium oxide. എന്താണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? മെഗ്നീഷ്യം റിബൺ, ഒരു മെഗ്നീഷ്യം റിബൺ എടുക്കുക, എന്നിട്ട് അതിനെ എയറിൽ വെച്ച് കത്തിക്കുമ്പോൾ എന്താവുന്നു? അതൊരു ബ്രൈറ്റ് ലൈറ്റിൽ കത്തുന്നത് കാണാൻ നിങ്ങൾക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അതുപോലെ അത് നന്നായിട്ട് ബേൺ ആവും. ബേൺ ആയിക്കഴിഞ്ഞാൽ എന്താവും? ഈ മെഗ്നീഷ്യം റിബൺ ചേഞ്ചസ് ടു മെഗ്നീഷ്യം ഓക്സൈഡ്. മെഗ്നീഷ്യം റിബൺ എന്തായി മാറി? മെഗ്നീഷ്യം ഓക്സൈഡ് ആയിട്ട് മാറി. ഓക്കെ. സിമിലർലി വെൻ കോൾ ഈസ് ബേൺ. കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അല്ലേ. കോൾ ബേൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ചേഞ്ചസ് ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ മെഗ്നീഷ്യം റിബൺ നമ്മൾ ബേൺ ചെയ്തപ്പോൾ മെഗ്നീഷ്യം ഓക്സൈഡായിട്ട് മാറിയതുപോലെ എന്താവുന്നു? കോൾ ബേൺ ചെയ്യുന്ന സമയത്ത് അത് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറുന്നു. അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. കണ്ടോ? കോൾ എന്നുള്ളത് C+O2. എന്താണ് O2? ഓക്സിജൻ. ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തു എന്ന് വെച്ചാൽ കത്തിച്ചു അല്ലേ. ഓക്സിജനാണ് എന്തിനു സഹായിക്കുന്നത്? യെസ്. അപ്പോൾ കോളും ഓക്സിജനുമായിട്ട് മിക്സ് ആയപ്പോഴാണ് എന്ത് ഫോം ചെയ്തത്? കാർബൺ ഡൈ ഓക്സൈഡായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയത്. ഓക്കെ. ദെൻ കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻസ് ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഡെഫിനിറ്റ് റേഷ്യോ. അപ്പോൾ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലമെൻറ്റ്സ് ഒരു ഡെഫിനിറ്റ് റേഷ്യോയിൽ. ഇപ്പോൾ നമ്മൾ വാട്ടറിൽ കണ്ട പോലെ H2O എന്ന് വെച്ചാൽ 2 കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രജനും അതുപോലെ ഒരു കോമ്പൗണ്ട് ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായത്? കോമ്പൗണ്ട്സ്, വാട്ടർ എന്നുള്ള കോമ്പൗണ്ട് ഉണ്ടായത് അല്ലേ. അതേപോലെ ഒരു ഡെഫിനിറ്റ് റേഷ്യോയിൽ എലമെൻറ്റ്സ്, പലതരത്തിലുള്ള എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഓരോ കോമ്പൗണ്ട്സും ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഇനി എന്താണ് ചെയ്യേണ്ടത്? ഗിവ് മോർ എക്സാമ്പിൾസ് ഓഫ് കോമ്പൗണ്ട്സ് ഫ്രം യുവർ ഡെയിലി ലൈഫ്. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഇപ്പോൾ വാട്ടർ പോലുള്ള പലതരത്തിലുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഒരു 4 എണ്ണം എഴുതുക. ഓക്കെ. നിങ്ങളിപ്പോൾ നമ്മൾ വേനൽക്കാലത്തൊക്കെ കുടിക്കുന്ന ജ്യൂസ് അതൊരു കോമ്പൗണ്ടാണ് അല്ലേ. അതുപോലെ നിങ്ങൾ ഡെയിലി ലൈഫ് യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള കോമ്പൗണ്ട്സ്, ടീ കോഫി ഒക്കെ കുടിക്കുന്നതിന് തന്നെയാണ് കോമ്പൗണ്ട്സാണ്. ഓക്കെ. അപ്പോൾ അതുപോലുള്ള എക്സാമ്പിൾസ് നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കണം? കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഉണ്ടാവുന്നതായിരിക്കണം. അത്രയേ ഉള്ളൂ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ കോമ്പൗണ്ട്സിൽ എക്സാമ്പിളായിട്ടുള്ള ഒരു 4 എണ്ണം ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ട് അയച്ചു തരാം. ദെൻ ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ കോമ്പൗണ്ട് സിമിലർ ടു ദോസ് ഓഫ് ദെയർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ്. അതിലുള്ള എലമെൻറ്റ്സിൻ്റെ ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ് എടുത്ത് കാണിക്കുന്നുണ്ടോ? അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്.
നമുക്ക് വീഡിയോ കണ്ടു നോക്കാം എക്സ്പെരിമെൻറ്റിൻ്റെ. എന്താണ് എക്സ്പെരിമെൻറ്റ് പറഞ്ഞിട്ടുള്ളത്? ടേക്ക് സം അയൺ പൗഡർ ആൻഡ് സൾഫർ, ഒബ്സർവ് ബോത്ത് ആൻഡ് നോട്ട് ഡൗൺ ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്, ബ്രിങ് എ മാഗ്നറ്റ് ക്ലോസ് ടു ഈച്ച് ഓഫ് ദം, വാട്ട് ഡു യു ഒബ്സർവ്? ആദ്യം എന്താണ് ചെയ്യേണ്ടത്? കുറച്ച് അയൺ പൗഡർ എടുക്കുക, ദെൻ അതുപോലെ തന്നെ സൾഫർ പൗഡർ എടുക്കുക. ഇതിനകത്ത് രണ്ടിൻ്റെ അടുത്തേക്ക് എന്ത് കൊണ്ടുവരണം? മാഗ്നറ്റ് കൊണ്ടുവന്ന് നോക്കുക. എന്തായിരിക്കും കാണാൻ പറ്റുക? സൾഫറിലേക്ക് മാഗ്നറ്റ് ഒട്ടിപ്പിടിക്കുമോ? ഇല്ല. പകരം നമ്മൾ അയൺ പൗഡറിലേക്ക് കാണിക്കുന്ന സമയത്ത് അതെല്ലാം അറ്റാച്ച്ഡ് ആവും അല്ലേ, പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ്, സൾഫറിൻ്റെയും അയണിൻ്റെയും തമ്മിലുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് ഡിഫറെൻ്റ് എന്നുള്ളത് ഒബ്സർവ് ചെയ്ത് എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? നൗ മിക്സ് ബോത്ത് അയൺ പൗഡർ ആൻഡ് സൾഫർ, ഹാവ് ദ പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പൗണ്ട്സ് ചേഞ്ച് ഓൺ മിക്സിംഗ്. ഇൻ എ മിക്സ്ചർ ദ പ്രോപ്പർട്ടീസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കോമ്പൗണ്ട്സ് ആർ റിട്ടേൺ. ഇനി എന്ത് ചെയ്ത് നോക്കണം? ആ രണ്ട് പൗഡറിനെയും തമ്മിലൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതേപോലെ അയൺ മീൻസ് മാഗ്നറ്റ് പീസ് കൊണ്ടുവരുന്ന സമയത്ത് എന്താ കാണുന്നത്? അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ക്യാരക്ടേഴ്സ്, സ്വഭാവങ്ങൾ മാറുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ മൂന്നാമത് പറയുന്നത് അതിനെ മിക്സ് ചെയ്ത് അതൊന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് എന്താണ് അതിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ കാണാം, അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം.